അയ്യോ, ഞങ്ങളുടെ സാദിഖലി തങ്ങളെ പിണറായി വിജയൻ വിമർശിച്ചേ, ലീഗുകാരുടെ പാണക്കാട് പടച്ചോനെ പിണറായി വിമർശിച്ചേ എന്ന് മോങ്ങുന്നവർക്കുള്ള മറുപടി എത്തിയിട്ടുണ്ട്. വളരെ കൃത്യമായി കേട്ടോണം. ഒറ്റ കാര്യമേ മറുപടി പറയാനുള്ളൂ. ഏതെങ്കിലും പ്രിവിലേജുകളുടെ അകത്ത് കയറിയിരുന്ന് എന്തും പറയാമെന്ന് കരുതിയാൽ നടക്കണ കേസല്ല. ഉരുളയ്ക്ക് ഉപ്പേരി പോലുള്ള മറുപടി തന്നെ ലഭിക്കും. പിണറായിയെ മോദി എന്ന് സാദിഖലിക്ക് വിളിക്കാമെങ്കിൽ തിരിച്ച് ജമാഅത്ത് ഇസ്ലാമിക്കാരനെന്ന് പറയാനുള്ള അവകാശവും മുഖ്യമന്ത്രിക്കുണ്ട്. മുഖ്യമന്ത്രി എന്ന പദവിക്ക് മുകളിലല്ല ഒരു തങ്ങളും. അതൊന്ന് തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും. കഴിഞ്ഞ ദിവസം മനോരമയുടെ ചർച്ചയാണ്. ഇതേ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയാണ്. സ്വാഭാവികമായിട്ടും മനോരമയെ സംബന്ധിക്കുന്നിടത്തോളം പാലക്കാട് അവരുടെയും കൂടി പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആണല്ലോ. അതുകൊണ്ടാണ് സാദിഖലി തങ്ങൾ പരാമർശമെടുത്ത് കുറച്ച് ന്യൂനപക്ഷ വികാരം സൃഷ്ടിക്കാമെന്നുള്ള ഒരു നാടകം നടത്തിയത്. ചർച്ചയിൽ പങ്കെടുത്ത VPP മുസ്തഫ വലിച്ചു വാരിയെടുത്തിട്ട് അലക്കി വിട്ടിട്ടുണ്ട്. പച്ച കള്ളങ്ങൾക്കുള്ള മറുപടി കേട്ടോളൂ. സാദിഖലി തങ്ങൾ പറഞ്ഞതിനുള്ള മറുപടിയും പിന്നീട് എന്താണ് സംഘി വിജയൻ എന്ന ചാപ്പ കുത്താൻ നടക്കുന്നവർക്കുള്ള എല്ലാ ഉത്തരവും ആ ഒരൊറ്റ പ്രതികരണത്തിലുണ്ട്. ഇവിടെ രാജു പി നായർ പിണറായി വിജയൻ സംഘി വിജയനാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം വസ്തുതാരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. RSSനും BJPക്കും വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് പിണറായി വിജയനാണ്. അധികാരം എന്നുള്ളതിനപ്പുറം മറ്റൊരു മൂല്യവും ഒരു കമ്മ്യൂണിസ്റ്റ് മൂല്യവും ഇല്ലാത്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. യഥാർത്ഥത്തിൽ കേരളത്തിൽ രാജു പി നായർ നിങ്ങൾ നെഞ്ചിൽ കൈവച്ചിട്ട് പറ, ആരാണ് ഇന്ന് കാണുന്ന നിലയിൽ RSSന് സ്വീകാര്യത ഉണ്ടാക്കിയത്? രാജ്യത്തുടനീളം നിങ്ങളാണ്. നിങ്ങളുടെ ആളുകൾ കോൺഗ്രസിലേക്ക് RSSലേക്ക് പോയപ്പോഴാണ് അവർ ഇന്ന് കാണുന്ന നിലയിൽ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് വലിയ സ്വാധീനമുണ്ടായിരുന്ന സംസ്ഥാനങ്ങളിൽ BJP വലിയ പാർട്ടിയായിട്ട് മാറിയതും കോൺഗ്രസ് പുറകോട്ട് പോയതും. കേരളത്തിൽ നേമത്ത് ജയിച്ചപ്പോൾ നിങ്ങളുടെ വോട്ടല്ലേ കുറഞ്ഞത്? ഇദ്ദേഹം രാജഗോപാൽ ജയിച്ചപ്പോ, ഇപ്പോ തൃശൂരിൽ സുരേഷ് ഗോപി BJP സ്ഥാനാർത്ഥി ജയിച്ചപ്പോൾ UDFന്റെ വോട്ടല്ലേ 19,000 കുറഞ്ഞത്? നിങ്ങളെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ പറഞ്ഞത് ഞങ്ങൾ RSS ശാഖയ്ക്ക് കാവൽ നിൽക്കുമെന്ന്? അതിവിവാദമായപ്പോൾ കെ സുധാകരൻ ന്യായീകരിച്ചത് എങ്ങനെയാ? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു RSSകാരനെ, ഹിന്ദു മഹാസഭയുടെ നേതാവിനെ മന്ത്രിസ്ഥാനം കൊടുത്തിട്ടില്ലേ? ശ്യാമപ്രസാദ് മുഖർജിയെ. പാണക്കാട് തങ്ങൾ എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന തങ്ങളാണ്. ഇപ്പോഴത്തെ സാദിഖലി തങ്ങളെ പോലെയല്ല. സാദിഖലി തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സാധാരണഗതിയിലുള്ള ഒരു അനുയായിയുടെ മട്ടിൽ പെരുമാറുന്നയാളാണ്. CPM സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചത് രാഷ്ട്രീയ വിമർശനമാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. അപ്പോൾ രാഷ്ട്രീയ വിമർശനം ഉണ്ടാകും, അത് പ്രതീക്ഷിക്കണം എന്നാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന വിമർശനത്തിന്റെ സന്ദർഭം, സാഹചര്യം, സതുദ്ദേശം എന്താണ്? നിങ്ങളിപ്പോ ഇവിടെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ ഒരു ക്ലിപ്പ് കാണിച്ചു. ഈ ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിന്, കുടുംബയോഗത്തിന് പോയിട്ട് ഈ സാദിഖലി തങ്ങൾ നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആണോ? മനോരമക്ക് അവൈലബിൾ ആണോ? അത് കാണിക്കാൻ പറ്റുമോ? ഇപ്പോൾ അത് നോക്കേണ്ടതുണ്ട് ശ്രീ VPP മുസ്തഫ. മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് എടുത്തു കൊടുത്തത്. താങ്കൾ പറഞ്ഞോളൂ, നമുക്ക് നോക്കാം. അല്ല, ചേലക്കര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ നടന്നതല്ലോ. അത് ചോദിക്കാൻ കാരണം താങ്കൾ എന്നോട് ചോദിച്ചത് മുഖ്യമന്ത്രിയുടെ ഈ പരാമർശത്തിന് ഇപ്പോൾ എന്താണ് സന്ദർഭം എന്നാണ് ഷാനി എന്നോട് ചോദിച്ചത്. ആ സന്ദർഭം പറയാനാണ് ഞാൻ ആ ക്ലിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചത്. കാരണം ചേലക്കരയിലും പാലക്കാടും വയനാടും എല്ലാം ഒരുമിച്ചാണ് ഉപതെരഞ്ഞെടുപ്പ്. ആ ഒരുമിച്ച് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ, വിവിധ രാഷ്ട്രീയ മുന്നണികളുടെ നേതാക്കൾ വിവിധ യോഗങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെ പിണറായി വിജയനെതിരെ വ്യക്തിപരമായിട്ടുള്ള വളരെ നീചമായ ആദ്യത്തെ പരാമർശം ഉണ്ടാകുന്നത് സാദിഖലി തങ്ങളിൽ നിന്നാണ്. ചേലക്കരയിലെ UDFന്റെ കുടുംബയോഗത്തിൽ സാദിഖലി തങ്ങൾ പറയുകയാണ് പിണറായി വിജയൻ മോദിയെ പോലെയാണ്, നരേന്ദ്രമോദിയെ പോലെയാണ് എന്ന്. ആ പ്രസംഗം അദ്ദേഹമല്ലേ നടത്തിയത്? നിങ്ങൾ നോക്കൂ, കഴിഞ്ഞൊരു 6-7 പതിറ്റാണ്ട് കാലമായി മതനിരപേക്ഷതയുടെ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ശക്തനായ വക്താവായിട്ട് നിൽക്കുന്നയാളാണ് പിണറായി വിജയൻ. മുഖ്യമന്ത്രി എന്നുള്ള നിലയിലെ അദ്ദേഹത്തിന്റെ നടപടികൾ, പോലീസിലെ നടപടികൾ, ക്രമസമാധാന പാലനത്തിലെ നടപടികൾ നിങ്ങൾ വിമർശിച്ചോളൂ. ഈ സർക്കാരിന്റെ മറ്റേതെങ്കിലും പോരായ്മകൾ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ വിമർശിച്ചോളൂ, മനസ്സിലാക്കാം. പക്ഷേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ ഒരു നേതാവിനെ ഇവിടെ അബ്ദുറഹ്മാൻ രണ്ടത്താണി പറയുമ്പോൾ തന്നെ പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയൻ എന്നാണ്. അങ്ങനെ ഒരാളെ സാദിഖലി തങ്ങൾ ചേലക്കരയിലെ UDFന്റെ കുടുംബയോഗത്തിൽ നരേന്ദ്രമോദിയെ പോലെയാണ് എന്ന് വിമർശിക്കുന്നത്, അങ്ങനെ താരതമ്യം ചെയ്യുന്നത്, തുലനം ചെയ്യുന്നത് എന്തടിസ്ഥാനത്തിലാ? 3-4 ദിവസം മുമ്പല്ലേ അദ്ദേഹം അത് ചെയ്തത്. അവിടെയാണ് ഞങ്ങൾ പറയുന്നത്, പിണറായി വിജയൻ പറഞ്ഞത് സാദിഖലി തങ്ങൾ സ്വീകരിച്ചു വരുന്ന നിലപാട് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടിന് സമാനമാണ്. എന്തുകൊണ്ടാ? പിണറായി വിജയനെതിരെ അത്തരത്തിൽ ഇദ്ദേഹം RSSന്റെ ആളാണ്,
ഇദ്ദേഹം ഭൂരിപക്ഷ വർഗീയതയുടെ ആളാണ് എന്ന് തുല്യം ചാർത്തി കിട്ടാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമിയാണ് കേരളത്തിൽ. മാധ്യമവും മീഡിയ വണ്ണും ഉൾപ്പെടെയുള്ള അവരുടെ മാധ്യമങ്ങളാണ്. എന്തുകൊണ്ടാ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രവണത മനസ്സിലാക്കിയ ഒരാളാണ് ഷാനി. എന്തായിരുന്നു? കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ വൻതോതിലാണ് ഇടതുപക്ഷത്തെ പിന്തുണച്ചത്. വമ്പിച്ച വിജയം, ഒരു തുടർ ഭരണത്തിലേക്ക് ഇടതുപക്ഷത്തിന് പിണറായിയുടെ 5 വർഷത്തെ ഭരണം കഴിഞ്ഞ് ലഭിക്കുന്ന വിധത്തിലെത്തിയതിൽ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് അതിന്റെ നായകനായ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയിൽ അർപ്പിച്ച വിശ്വാസമാണ്. ഇത് മുസ്ലിം ഏകീകരണത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് വലിയ അസ്വസ്ഥതയുണ്ടാക്കി. ആ നിലപാടിന്റെ ഭാഗമായിട്ടാണ് പിണറായി വിജയനെ RSSന്റെ ശാഖയിൽ മുദ്ര കുത്താൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുപിടിച്ച പരിശ്രമങ്ങൾ നടത്തുന്നത്. ആ വാദമാണ് അദ്ദേഹം ഉയർത്തിയത്. ആ രാഷ്ട്രീയ വിമർശനത്തെ രാഷ്ട്രീയമായിട്ട് മറുപടി പറയുകയല്ലേ പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായ സാദിഖ് അലി തങ്ങളെയാണ് വിമർശിച്ചത്. അപ്പോഴും നിങ്ങൾ നോക്കൂ, അപ്പോഴും മുഖ്യമന്ത്രി കാണിച്ച അന്തസ്സായ നിലപാടെന്താ? അതേ പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ള ആ പാണക്കാട് കുടുംബത്തിന്റെ മഹാത്മ്യവും അതിന്റെ കാര്യങ്ങളുമാണല്ലോ ഇവിടെ രണ്ടത്താണി ഉൾപ്പെടെ ഇന്ന് ഉടനീളം ലീഗുകാർ ആവർത്തിക്കുന്നത്. ആ പാണക്കാട് കുടുംബത്തിലെ തന്നെ മുൻകാല ലീഗ് നേതാക്കളുടെ നിലപാടുകളെ അദ്ദേഹം താരതമ്യം ചെയ്യുന്നു. വേറൊരാളല്ല താരതമ്യം ചെയ്തത്. പാണക്കാട് കുടുംബത്തിലെ തന്നെ മുൻകാല ലീഗ് നേതാക്കളായ തങ്ങന്മാരുടെ നിലപാടിനോട് താരതമ്യം ചെയ്തുകൊണ്ടാണ് സാദിഖ് അലിയുടെ തങ്ങളുടെ നിലപാടിന്റെ ഈ ജമാഅത്തെ ഇസ്ലാമി വാദം. അത് ഒറ്റപ്പെട്ട് യാദൃശ്ചികമായി സംഭവിച്ച ഒന്നാണോ? പിണറായിയെ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് പറഞ്ഞതാണോ? നിങ്ങൾ നോക്കൂ, ഈ സാദിഖ് അലി തങ്ങളാണ് ചന്ദ്രിക ദിനപത്രത്തിൽ ഇവിടെ ദേശാമാനിയുടെ 92 ലക്കുമായിട്ട് വന്നല്ലോ രണ്ടത്താണി. ഞങ്ങളെ ചോദിക്കട്ടെ, ചന്ദ്രിക ദിനപത്രത്തിൽ സാദിഖ് അലി തങ്ങൾ എഴുതിയ ഒരു ലേഖനമുണ്ടല്ലോ രണ്ടത്താണി, അതൊന്ന് കാണിക്കോ? ഹാഗിയ സോഫിയ പ്രശ്നത്തിൽ തുർക്കിയില് അതൊരു ക്രിസ്ത്യൻ ചർച്ചായിരുന്നല്ലോ എത്രയോ നൂറ്റാണ്ട് കാലം. ആ ക്രിസ്ത്യൻ ചർച്ചിനെ തുർക്കിയിലെ മതനിരപേക്ഷ ഭരണത്തെ അട്ടിമറിച്ചു വന്ന ഇപ്പോഴത്തെ ബ്രദർഹുഡ്, ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്ക് സമാനം, അവരാദ്യം മ്യൂസിയമാക്കി, ഇപ്പോഴത്തെ എർദോഗൻ അതിനെ പള്ളിയാക്കി. ഈ കേരളത്തിൽ ഇപ്പൊ കാണുന്ന വിധത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ RSSന് വേദിയൊരുക്കിയ ആദ്യത്തെ സംഭവങ്ങളിലൊന്ന് സാദിഖ് അലി തങ്ങൾ ചന്ദ്രിക ദിനപത്രത്തിൽ ഈ വിഷയത്തിൽ തുർക്കിയിലെ ഈ ചർച്ച് പള്ളിയാക്കിയ വിഷയത്തിൽ, മുസ്ലിം പള്ളിയാക്കി മാറ്റിയ വിഷയത്തിലെടുത്ത നിലപാടിന്റെ പ്രശ്നമല്ലേ? അതുകൊണ്ട് സാദിഖ് അലി തങ്ങളുടെ നിലപാടുകൾ ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുടെ വാദത്തിന്, കാരണം കേരളത്തിൽ ആ വാദം ആദ്യം ഉയർത്തിയത് ഇത് ചർച്ചല്ല, ഇത് മുസ്ലിം പള്ളി എന്നതിന് കൈയടിച്ചത് മാധ്യമ പത്രമാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് ഈ നിലപാടിലേക്ക് എത്തിയത്. അങ്ങനെ നിങ്ങളിപ്പോ ഈ വലിയ വിമർശനം ഉന്നയിക്കുമ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുക്കം ഉമർ ഫൈസി, ആരാ മുക്കം ഉമർ ഫൈസി? ഇതേ സാദിഖ് അലി തങ്ങൾ നേതൃത്വം നൽകുന്ന EK വിഭാഗം സംസ്ഥ, അതാണല്ലോ സമുദായ സംഘടന. ആ സമുദായ സംഘടനയുടെ മുഷാവറ അംഗം എന്താ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്? സാദിഖ് അലി തങ്ങളെ കുറിച്ച് പറഞ്ഞത് ഇദ്ദേഹം മതപണ്ഡിതനായിരിക്കാൻ എന്ന് പറഞ്ഞാൽ ഖാദിയാറായിട്ടിരിക്കാൻ യോഗ്യനല്ല എന്ന് പിണറായി വിജയനല്ല പറഞ്ഞത്, KT ജലീലല്ല പറഞ്ഞത്, ഇടതുപക്ഷക്കാരല്ല പറഞ്ഞത്, നിങ്ങൾ തന്റെ പക്ഷത്തുള്ള മുക്കം ഉമർ ഫൈസിയാണ് പറഞ്ഞത്. എന്താ അതിനോട് നിങ്ങൾ എന്ന് പറഞ്ഞാൽ പാണക്കാട് കുടുംബത്തിന്റെ മാഹാത്മ്യം, പാണക്കാട് തങ്ങന്മാരുടെ മാഹാത്മ്യം അത് മതപരമായിട്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതിലേറ്റവും പ്രധാനമാണല്ലോ ഈ ഖാദിയാർ സ്ഥാനം. അതിന് യോഗ്യനല്ല. ഫത്തിൽ മുയിൻ പോലെയുള്ള കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ഖാദിയാറാകേണ്ടത്, അതിന് പറ്റുന്നയാളല്ല എന്ന്. അതിനോട് എത്ര സൗമ്യമായിട്ടാ നിങ്ങൾ പ്രതികരിച്ചത്. അപ്പൊ പിന്നെ നിങ്ങളിപ്പോ ഈ സാദിഖ് അലി തങ്ങൾ നടത്തിയ ഒരു രാഷ്ട്രീയ വിമർശനം, അത് പിണറായി വിജയനെ RSSകാരനാക്കാൻ നടത്തിയ ശ്രമം, അതിന് രാഷ്ട്രീയമായിട്ട് മറുപടി പറഞ്ഞാൽ അതെങ്ങനെയാ പാണക്കാട് കുടുംബത്തെ അപമാനിക്കലാവേ? ന്യായമായ ചോദ്യമാണ് ശ്രീ VP മുസ്തഫ, അത് ന്യായമായ ചോദ്യമാണ്. അതിന് ശ്രീ അബ്ദുറഹ്മാൻ ഇടത്താടി തന്നെ മറുപടി പറയട്ടെ. 1-2 സംശയങ്ങൾ. ഒന്ന്, അതായത് താങ്കൾ ഇപ്പോൾ പറയുന്നത് അനുസരിച്ച് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ വ്യക്തിപരമായി വിമർശിച്ചു എന്ന് വെച്ചാൽ മോദിയെ പോലെയാണ് എന്ന് പറഞ്ഞു. അതിനുള്ള മറുപടി മുഖ്യമന്ത്രി പറഞ്ഞു. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. വ്യക്തിപരമായ വിമർശനത്തിന് മുഖ്യമന്ത്രി വ്യക്തിപരമായ മറുപടി പറഞ്ഞു അല്ലേ? അല്ലല്ല, രാഷ്ട്രീയ വിമർശനത്തിന് മുഖ്യമന്ത്രിയെ വിമർശിച്ചത് ഈ RSS പോലെ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ എന്തെങ്കിലും പേഴ്സണാലിറ്റിയെ സംബന്ധിച്ചിട്ടല്ലോ, വ്യക്തിത്വത്തെ സംബന്ധിച്ചിട്ടല്ലോ, മുഖ്യമന്ത്രിയുടെ നിലപാടുകളെ സംബന്ധിച്ചിട്ടല്ലേ. അത് രാഷ്ട്രീയ വിമർശനമല്ലേ? ആ രാഷ്ട്രീയ വിമർശനത്തിന് രാഷ്ട്രീയമായ മറുപടി. കാരണം മുഖ്യമന്ത്രിയെ പോലെ കറതീർന്ന ഒരു സെക്യുലറിസ്റ്റ്, അല്ല അത് തന്നെ ഞാൻ ചോദിക്കുന്നത് ശ്രീ VP മുസ്തഫ, അതായത് സാദിഖ് അലി തങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചു. ശ്രീ VP മുസ്തഫ, അതായത് ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ്. അതായത് സാദിഖ് അലി തങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ രാഷ്ട്രീയമായി വിമർശിച്ചു. അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തിപരമായി സാദിഖ് അലി തങ്ങളെയും രാഷ്ട്രീയമായി വിമർശിച്ചു. അതാണിപ്പോൾ ഉണ്ടായത്.
വ്യക്തിപരമായിട്ടല്ല. സാദിഖ് അലി തങ്ങളുടെ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ രാഷ്ട്രീയമായിട്ട് മറുപടി നൽകി. അപ്പോൾ ഒരു ചോദ്യം കൂടി, പിണറായി വിജയൻ മോദിയെ പോലെയാണ് എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നേതാവാണോ സാദിഖ് അലി ശിഹാബ് തങ്ങൾ? അല്ല, നേരത്തെ നടത്തിയ വിമർശനങ്ങൾക്കെല്ലാം അതുപോലെ തന്നെ മറുപടി പറഞ്ഞിട്ടില്ലേ? അപ്പോഴൊന്നും ആരും പിണറായി വിജയൻ ഇങ്ങനെ മറ്റൊരാളെ സാമുദായികമായിട്ട് ആക്ഷേപിച്ചു, അല്ലെങ്കിൽ ഇന്ന തറവാടുകാരെ ആക്ഷേപിച്ചു, ഇന്ന കുടുംബത്തെ ആക്ഷേപിച്ചു എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നേരത്തെയും പിണറായി വിജയനെതിരെ ഇത്തരം രാഷ്ട്രീയമായ ആരോപണങ്ങൾ വന്നപ്പോൾ മറുപടി പറഞ്ഞപ്പോൾ ആ മറുപടി പറഞ്ഞ പിണറായി വിജയൻ ഇതാ ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ തറവാടിനെ ആക്ഷേപിച്ചു, ഞങ്ങളുടെ സമുദായത്തെ ആക്ഷേപിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ നാട്ടിൽ? നേരത്തെ അങ്ങനെ ഏതൊക്കെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്? പിണറായി വിജയൻ മോദിയെ പോലെയാണ് പിണറായി വിജയൻ മോദിയെ പോലെയാണ് എന്ന് ആരോപിച്ച രാഷ്ട്രീയ നേതാക്കൾക്ക് ഇതിനു മുൻപ് പിണറായി വിജയൻ നൽകിയ മറുപടി എന്തായിരുന്നു? ഏറ്റവും ഗംഭീരമായ മറുപടി തന്നെയല്ലേ നൽകിയിട്ടുള്ളത്. മുഖ്യമന്ത്രി നൽകേണ്ട രാഷ്ട്രീയമായ മറുപടികൾ തന്നെയല്ലേ നൽകിയിട്ടുള്ളത്. അത് അവരവരുടെ നിലപാടിനനുസരിച്ചിട്ട് തന്നെയല്ലേ നൽകിയിട്ടുള്ളത്. ആ നിലപാടല്ലേ ഇപ്പോഴും പറഞ്ഞിട്ടുള്ളൂ. അതിലെന്ത് വ്യത്യാസമാണ് ഉള്ളത്? രാഷ്ട്രീയമായ മറുപടികളല്ലാതെ ആരെങ്കിലും ഏതെങ്കിലും കുടുംബത്തെ, ഏതെങ്കിലും തറവാടിനെ, പറഞ്ഞയാളുടെ സമുദായത്തെ ആക്ഷേപിച്ച എന്തെങ്കിലും ഒരു നിലപാട് അങ്ങനെ നേരത്തെ വന്ന ആക്ഷേപങ്ങളെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ടോ? നിങ്ങൾ പറ. അപ്പൊ പിന്നെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നത് ബോധപൂർവമല്ലേ, ആസൂത്രിതമല്ലേ? ഞാൻ പറഞ്ഞു, മതപരമായി സാമുദായികമായി പാണക്കാട് തങ്ങളെ അധിക്ഷേപിച്ചത് ഇപ്പോ ഒരുപാട് പഴയതല്ല. ഒരു മാസം മുമ്പ് ഇതേ പാണക്കാട് തങ്ങളോടൊപ്പം സമസ്തയുടെ മുഷാവറ കമ്മിറ്റിയിൽ ഇരിക്കുന്ന മുക്കം ഉമർ ഫൈസിയാണ്. അദ്ദേഹമാണ് മതപരമായിട്ട് സാമുദായികമായിട്ട് ആക്ഷേപിച്ചത്. പിണറായി വിജയൻ ആക്ഷേപിച്ചിട്ടില്ല, CPM ആക്ഷേപിച്ചിട്ടില്ല. അതല്ലേ വസ്തുത. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കേരളത്തിൽ നടന്നു വരുന്ന പ്രചരണം എന്താ? കോൺഗ്രസും ലീഗും എല്ലാം ഉൾപ്പെടുന്ന UDF ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സവിശേഷമായ ഒരു സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പിണറായി വിജയനെ സംഘി വിജയനാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നേരത്തെ UDF അങ്ങനെ ഉപയോഗിച്ചിരുന്നില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പേ ആക്ഷേപം ഉന്നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും അവരുമായി ബന്ധപ്പെട്ട സംഘടനകളാണ്, SDPI പോലെയുള്ള തീവ്രവാദി സംഘടനകളാണ്. പിണറായി വിജയൻ സംഘി വിജയനാണ് എന്ന് ആക്ഷേപം ഉന്നയിച്ചിരുന്നത് അവരുടെ സോഷ്യൽ മീഡിയകളിൽ, അവരുടെ പ്രചരണ ഉപാധികളിൽ. നേരത്തെ അങ്ങനെ UDF-ഓ ലീഗോ അത് പറഞ്ഞിരുന്നില്ല. എന്നാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ശക്തമായ നിലയിൽ അവർ ആ നിലപാട് എടുത്തു കാണുന്നത്, അത് UDF-ഉം ലീഗും കോൺഗ്രസും. എന്നാൽ മറുഭാഗത്ത് BJP-യും അവരുമായി ചേർന്ന് നിൽക്കുന്ന സംഘപരിവാർ സംഘടനകളും പിണറായി ഭരണത്തെ എങ്ങനെയാണ് ആക്ഷേപിക്കുന്നത്? ഇത് സുഡാപ്പി ഭരണമാണ്. നിങ്ങൾ നോക്കൂ, സംഘപരിവാർ സ്പോൺസർ ചെയ്തിട്ട് ഒരു സിനിമ തന്നെ ഹിന്ദിയിൽ ഇറങ്ങിയില്ലേ, കേരള സ്റ്റോറി. എന്താ പറയുന്നത്? കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ പിണറായിയുടെ 8 വർഷം ഉൾപ്പെടെ 13,000 ഹിന്ദു സ്ത്രീകളെ ഇവിടെ ലവ് ജിഹാദിലൂടെ മുസ്ലിങ്ങളാക്കി മാറ്റി എന്ന യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കണക്കൊക്കെ പറയുന്ന സിനിമകൾ പോലും രണ്ട് വർഗീയ ശക്തികളും, ഒരു ഭാഗത്ത് ന്യൂനപക്ഷ വർഗീയവാദികളും അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കോൺഗ്രസും ലീഗും ഉൾപ്പെടെ പിണറായി വിജയനെ സംഘി വിജയനാക്കുന്നു. മറുഭാഗത്ത് സംഘപരിവാർ ദേശീയ തലത്തിൽ തന്നെ പിണറായി വിജയനെയും കേരളത്തെയും ന്യൂനപക്ഷ വർഗീയവാദികളുടെ കേന്ദ്രമാക്കി മാറ്റുന്നു. ലവ് ജിഹാദിൽ തുടങ്ങിയിട്ട് ഇപ്പോ ജിഹാദ്, ലാൻഡ് ജിഹാദിൽ എത്തി നിൽക്കുകയാണ് അവരുടെ ആക്ഷേപങ്ങൾ. നിങ്ങൾ നോക്കൂ, അങ്ങനെയല്ലേ മുനമ്പം സമരത്തിൽ ഇവരെല്ലാം കുറ്റം പറയുന്നത് ആരെയാ? രണ്ടു കൂട്ടരും ഒരുപോലെ. ലാൻഡ് ജിഹാദ് പോലെ ആരാ പറയുന്നത്? കേന്ദ്ര സഹമന്ത്രി വന്നിട്ടാ പറയുന്നത് ലാൻഡ് ജിഹാദാണ് കേരളത്തിൽ. നേരത്തെ പറഞ്ഞത് ലവ് ജിഹാദാണ് കേരളത്തിൽ. അപ്പൊ രണ്ടു കൂട്ടരും എന്ന് പറഞ്ഞാൽ രണ്ട് വർഗീയ ശക്തികളും ഒരുപോലെ പിണറായിയെ ഇങ്ങനെ വർഗീയവാദിയാക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വർഗീയവാദിയാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണല്ലോ. ചില പച്ചക്കള്ളങ്ങൾ ചില സന്ദർഭത്തെ ചേർത്ത് നിർത്തി കഥ മെനഞ്ഞ് നാട്ടുകാർക്കിടയിലേക്ക് അങ്ങ് പ്രചരിപ്പിച്ചാൽ മറുപടി പറയാതെ മിണ്ടാതിരുന്നോളണം. മറുപടി പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞില്ലേ എന്ന മോങ്ങലാണ്. മറുപടി പറഞ്ഞാലോ? ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് ഇവിടെ ഇരവാദവുമായിട്ട് ഒരു സാദിഖ് അലി തങ്ങൾ ഫാൻസും ഇങ്ങോട്ട് വരണ്ട. ഇങ്ങോട്ട് 2 എണ്ണം തന്നാൽ തിരിച്ച് 3 എണ്ണമായിട്ട് കിട്ടുമെന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഏത് തങ്ങളും അഭിപ്രായം പറയേണ്ടത്. കാര്യം അഭിപ്രായം ഒരു തങ്ങന്മാരുടെ മാത്രവും കുത്തകയല്ല. ഏതെങ്കിലും ഒരു കുടുംബത്തിൻ്റെ പ്രിവിലേജ് വെച്ചിട്ട് ആരെയും എന്തും പറയാമെന്നുള്ള ധാരണയുണ്ടെങ്കിൽ അതങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ പറയാനുള്ളൂ.